അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രജിത്ത് കുഞ്ഞിമംഗലം. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. കുഞ്ഞിമംഗലം എന്ന് പറയുന്നത് സ്ഥലപ്പേരാണ് അല്ലേ? അതെ അതെ, പയ്യന്നൂർ കോളേജിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞിമംഗലം എന്ന സ്ഥലം. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ചേട്ടൻ നടക്കാറുണ്ടോ? പലപ്പോഴും നടന്നിട്ടൊക്കെ. അപ്പൊ ഇന്ന് എന്താണ് നമുക്ക് വേണ്ടിയിട്ട്? ഇന്ന് ഞാൻ ഇവിടെ എത്തിയ സമയത്താണ് അറിഞ്ഞത് ഐറ്റം വേറെയൊക്കെ സംസ്ഥാന അവാർഡ് ലഭിച്ച ആ ഒരു സന്തോഷം വരും. അപ്പൊ പെട്ടെന്ന് ഒന്ന് സാധാരണ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് വരാറ്. ഇതൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ എൻട്രി ചെയ്തതാണ്. അത് കുഴപ്പമില്ല, പ്രയത്തല്ലേ പിന്നെ നമുക്കറിയാം. നമ്മുടെ ഈ ഐറ്റം വേറയിൽ നമ്മുടെ ജയറാമേട്ടൻ വരികയാണ്. അങ്ങനെ ഓരോ താരങ്ങൾ ഇങ്ങനെ വരുന്നു. ഓക്കെ. അയ്യോ, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഇത് ഐറ്റം വേറെ എന്ന ഒരു പ്രോഗ്രാമിൽ എത്താൻ സാധിച്ചു. 500 എപ്പിസോഡ് പിന്നിട്ടു. 500 എപ്പിസോഡ് കഴിഞ്ഞ് ഇന്ന് കേരള സംസ്ഥാന അവാർഡ് വരെ ലഭിച്ചു. അതിയായ സന്തോഷം. കാരണം ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ പോകുമ്പോൾ അവിടെ എന്തിരുന്നാലും പ്രചോദനമൊക്കെ അറിയാം, 1-2 ഐറ്റംസ് ചെയ്യാതെ ഞാൻ വരാറില്ല അല്ലേ. എന്താ പറയുക, ഇനിയും 500ഉം 600ഉം 1000ഒക്കെ ആയിട്ട് അങ്ങനെ ഈ ഒരു ആനച്ചന്തം പോലെ ഈ ഒരു ഐറ്റം വേറെ ഒരു വൈബായി നല്ല മേളപ്പെരുക്കം പോലെ അടിച്ച് പൊളിച്ച് അങ്ങ് പോകാലോ. അല്ലാതെ തന്നെ പ്രജിത്ത് സംസാരിക്കുമ്പോ ടോൺ ഉള്ളിൽ കിടപ്പുണ്ട് ജയറാം ചേട്ടൻ്റെ. അത് പലരും പറയാറുണ്ട്. ഇന്ന് ജഡ്ജ് ചെയ്യുന്ന മീനാക്ഷിയാണ്. കാര്യം മീനാക്ഷിയാണ് എല്ലാ സ്റ്റാറും ആദ്യമായിട്ട് കേൾക്കുന്നത് അല്ലേ? ഏകദേശം ഒരു 10 വർഷമായി ഞാൻ ഇവിടെ ഉള്ളത്. അതെ, ഫ്ലവേഴ്സിലെ ഒരുപാട് എപ്പിസോഡ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു മാസ്റ്റർ പീസായ നമ്മുടെ തിലകൻ സാറ് ആണ് ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന. ഓരോ സുലൈമാനിലും ഒരു തിരു മുഹബത്ത് വേണം എന്ന് പറയുന്ന പോലെ ഓരോ സ്കിറ്റിലും മനോഹരമായ കൗണ്ടറുകളാണ് വരുന്നത്. സ്കിറ്റ് കളിക്കാൻ ആരെ കൊണ്ടും പറ്റും, പക്ഷേ അതിൻ്റെ ടൈമിങ് കളിക്കാൻ അത് നല്ലൊരു കലാകാരന് മാത്രമേ സാധിക്കൂ. ഇവർക്കതിന് സാധിക്കുന്നുണ്ട്. 500 അല്ല 5000 എപ്പിസോഡുകൾ പോവും. ഇത് ഞാനാ പറയുന്നത്. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. സംസ്ഥാന അവാർഡ് വാരിക്കൂട്ടട്ടെ. എല്ലാവർക്കും നല്ലത് വരും. ചേട്ടാ, എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഉസ്താദ് ഹോട്ടലിലെ ആ ഡയലോഗ് ജഡ്ജ്മെന്റ് രീതിയിലാണല്ലോ കേട്ടത്. ഇനി ആ ഡയലോഗ് അതേപോലെ നമുക്ക് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞുതരാമോ? അത് പറയാം. തിലകൻ സാർ വരുമ്പോ DQയും കൂടെ വേണം, എന്നാലേ ഒരു കോമ്പിനേഷൻ കിട്ടും. ഇപ്പൊ എപ്പോഴും പറയാറില്ലേ, പഴയതുപോലെ എല്ലാം വിട്ടത് ഒരേത്തിലേക്ക് വേണം, എല്ലാം തിരക്കണ്ടേ കറിയിലൊക്കെ ഹോട്ടലെടുക്കാണ്ട് അതിനൊക്കെ പറ്റുമോ? എനിക്ക് കഴിയുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഏത് വേണം ഒറ്റക്ക് തൊയ്ഞ്ഞാ തോന്നതേരും പോവില്ല. കൂടെ തൊയ്യാൻ ആളുണ്ടെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾക്കൊന്നൊരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ല എൻ്റെ ഉപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളായി തുടങ്ങിയച്ചേ നിങ്ങളെങ്ങനെ തീർക്കുന്നതല്ല. കിസ്മത്തൊന്നൊന്നുണ്ട് ഫൈസ, ആർക്കും എടുക്കാൻ കഴിയില്ല. നമുക്ക് നോക്കാം മോനെ ഫൈസി. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെ ഈ ഐറ്റം വേറെയിൽ വന്ന് നിൽക്കണം. ഇത് രണ്ടും ഒരാളിൽ നിന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് വരുന്നതേ അടുത്ത് നിന്ന് കേൾക്കുമ്പോ വേറെ ഫീൽ തന്നെ. അടിപൊളി. ഇനി നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണ്. ഉമ്മൻചാണ്ടി സാറുണ്ട്, പിണറായി സാറുണ്ട്, മോദിജി. അതായത് ഫ്ലവേഴ്സിൻ്റെ ഐറ്റം വേറെ എന്ന ഒരു പ്രോഗ്രാം 500 എപ്പിസോഡ് തികഞ്ഞു. കേരള സംസ്ഥാന അവാർഡ് നേടിയെടുത്തു. എനിക്ക് മിമിക്രിക്കാരെ ഒരുപാട് ഇഷ്ടമാണ്. പ്രചോദൊക്കെ എന്നെ നന്നായി അനുകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതിവേഗം ബഹുദൂരം ഇനിയും ഐറ്റം വേറെ വൈബന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ നന്നായിരുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ പിണറായി സാർ വരെയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാം 500 എപ്പിസോഡുകൾ തികഞ്ഞിരിക്കുകയാണ്. 500 അല്ല 10,000 എപ്പിസോഡുകൾ തികയാനുള്ള കഴിവുള്ള കലാകാരന്മാരാണ് ഇവിടെ നിൽക്കുന്നുള്ള കാര്യം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇവിടെ എത്തിക്കുകയാണ്. ഈ ഒരു
ധന്യമായ സമയത്ത് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മോദിജിയാണ്. മോദിജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. मेरे प्यारे देशवासियों, मेरे प्यारे पिंडराय, बहुत अच्छा खुशी हो गया. प्रवास का 500 एपिसोड चला गया. बहुत बड़े कॉमेडी कलाकार यहाँ पर आ गया था. उन लोगों को मेरे मुबारक. मेरे प्यारे बिजू कुठान, मेरे साथियों खिलाफ हम प्रजाप, मेरा प्यारे संग्राम नजीर, सबको नमस्कार. നമുക്ക് ഒരു പാട്ട് പാടിയാലോ? തീർച്ചയായും മോദിജി, ഒരു പാട്ട് നമുക്ക് പാടാം. നാടിൻ നന്മകളെ പൊന്മകനെ മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവച്ച രക്ഷകന് സംഹാരകന്, നമുക്ക് അണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോവും മുന്നിൽ വന്നാൽ കുമ്മിട്ട് നിൽക്ക്. ഇരുട്ടിൽ സിറ്റി വാഴും രാജാവെല്ലാം എല്ലാരും ചൊല്ല്. ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്. കാലം എടുത്തു വെച്ചാൽ ചെറുക്കം പോലും അണ്ടർ വേർഡ്. എന്നാ പിന്നെ കടക്ക് പുറത്ത്. എനിക്ക് ഇപ്പൊ മനസ്സിലായി പ്രജോദേട്ടൻ നേരത്തെ പറഞ്ഞത്. പ്രജിത്തേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ടെൻഷനും വേണ്ട. ഐറ്റം വേറെയുടെ വേദിയിൽ വന്നിട്ട് വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു മൊത്തം ചെയ്തത്. കിട്ടണം ചേട്ടാ, കിട്ടണം. ഇനി അടുത്തത് ആരാണ്? ഇനി നമുക്ക് സിനിമ ഡയലോഗിലേക്ക് പോവാം. നമ്മുടെ മലയാള സിനിമയുടെ സകലകലാ വല്ലഭനാണ് ശ്രീ നെടുമുടി വേണു സാറ്. എന്നെ കൊണ്ട് ആ ചെറ്റയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യിച്ചില്ലേ ഇനി കുടിക്കാൻ പാടില്ലെന്ന്. ഞാൻ കുടിച്ചാൽ അവൻ്റെ തലയിൽ ഇടുത്തി വീഴുമെന്ന് പെങ്ങൾ പറഞ്ഞില്ലേ? അതൊന്ന് വീഴാൻ വേണ്ടി തന്നെയാ കുടിച്ചേ. വേണ്ട, എല്ലാവരും ചേർന്നുള്ള കളിയായിരുന്നില്ലേ? ഞാനൊരു വിഡി, എന്നെ ഒരു കോമാളി വേഷം കെട്ടിച്ചു കൂത്താടിച്ചു. എന്നിട്ട് ആരും അറിയാതെ പെങ്ങളും അവരൊപ്പം പോയി ചിരിച്ചില്ലേ? എനിക്കൊരു ഒന്നേ പറയാനുള്ളൂ, ഇനി ഞാനും മാണിക്കനും ഈ കൂരയുടെ കീഴിൽ വേണ്ട. പ്രജിത്ത്, ക്യാപ്റ്റൻ രാജിന്റെ വോയിസ് ഒന്ന് ചെയ്യാമോ? ഒരു പക്ഷെ ഒരു ഭാഗ്യമായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസാനകാല ചിത്രത്തിൽ അദ്ദേഹത്തിന് ശബ്ദം കൊടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വല്യേട്ടൻ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. മാധവനുണ്ണി, എടോ തനിക്കും തൻ്റെ അനിയന്മാർക്കും വേണ്ടി ഞാനൊരു ഗ്ലോറിഫൈസ് കൗണ്ട് എന്ന് വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ട് വരികയാണ്. കേൾക്കാതിരിക്കാൻ കഴിയില്ല. എൻ്റെ സുപ്പീരിയസും നാട് ഭരിക്കുന്ന മന്ത്രിയും ചുറ്റിലുണ്ട്. മമ്പരം ബാബിയുടെ ഡിക്ഷണറിയിലെ ആ സുബവാക്യങ്ങൾ തീർന്നാൽ ഓർമ്മപ്പെടുത്താൻ ഇനി എന്നും ഇലിയാസ് മാധവനുണ്ണിയുടെ കൂടെ ഉണ്ടാവും. ഒപ്പം നമ്മുടെ ന്യൂ ജനറേഷൻ സിനിമകളിലൊക്കെ നമ്മൾ കാണാവുന്ന ഒരു പൗരുഷമുള്ള കഥാപാത്രങ്ങൾ നൽകുന്ന ജിനു ജോസഫ്, അദ്ദേഹത്തിന് 5-ാം പാതിര എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ്. അൻവർ DYSP അബ്രഹാം കോശി റിട്ടയർഡ് ആകാൻ 2-3 മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലബ്ബിൽ നിന്ന് റമ്മി കഴിഞ്ഞ് വീട്ടിൽ എത്താൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഭാര്യ നേരത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ച് കിടന്നു. അൻവർ, എന്നാൽ പിന്നെ ഞാൻ വരട്ടെ.